ഞാനിപ്പോ നിക്കണത് നമ്മുടെ കൊച്ചി മെട്രോ സിറ്റിയുടെ ക്യൂൻസ്വേലാണ് ഞാൻ നിക്കണത്. നമ്മുടെ ഐ ലവ് യു കൊച്ചിയും കാര്യങ്ങളൊക്കെ ഉള്ള വഴിയാണ് ഇത്. പിന്നെ എന്റെ പുറകിൽ ഇഷ്ടംമാരെ വലിയ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ ക്യൂൻസ്വേയിൽ കംപ്ലീറ്റ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇതേപോലത്തെ വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഉള്ളത്. പക്ഷെ നമ്മളിപ്പോ ഇന്ന് വന്നേക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ അപ്പുറത്തോട്ട് നോക്കുമ്പോഴത്തേനും അവിടെ ഒരു ദ്വീപുണ്ട്, ചെറിയൊരു ദ്വീപുണ്ട്. ആ ദ്വീപിന്റെ വിശേഷങ്ങളെ പറ്റി പറയാനായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ആ ദ്വീപിന്റെ പേരെന്താന്ന് വെച്ചാൽ താന്തോന്നിത്തുരുത്ത് എന്നാണ് ആ ദ്വീപിന്റെ പേര്. ചെറിയൊരു ദ്വീപാണ് അവിടെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദ്വീപിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്കുണ്ടല്ലോ ആ ദ്വീപിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ 2 വഴിയാണ് ആകെ ഉള്ളത് കേട്ടാ. ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നേരെ ക്രോസ് ചെയ്ത് ഏതെങ്കിലും ഒരു വഞ്ചിക്ക്, അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വഞ്ചിക്ക്, നമുക്ക് ഇവിടെ വഞ്ചിയൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ താമസിക്കുന്ന ആരുടെങ്കിലും ഒരു വഞ്ചി ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകാം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലെ കൂടി ഗോശ്രീ പാലമൊക്കെ കടന്ന് മുളവുകാട് ചെന്നിട്ട് മുളവുകാട് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഗവൺമെന്റിന്റെ ബോട്ട് സർവീസ് ഉണ്ട്. ആ ബോട്ട് സർവീസിൽ പോവാം. അങ്ങനെ 2 ഓപ്ഷനാണ് നമുക്കുള്ളത്. പിന്നെ ഇവിടുത്തെ ദ്വീപുകാരൊക്കെ കൂടുതലായിട്ടും വന്നത് എല്ലാവർക്കും സ്വന്തമായിട്ട് വഞ്ചിയൊക്കെ ഉള്ള ആൾക്കാരാ. അപ്പൊ അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വഞ്ചിക്ക് തന്നെയാണ് അങ്ങാടും ഇങ്ങാടൊക്കെ വന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുളവുകാട് എന്നുള്ള ബോട്ട് സർവീസ് എന്ന് പറഞ്ഞില്ലേ, അവിടെ ഏത് സമയത്തൊക്കെയാന്ന് അറിയാൻ പാടില്ല. പല സമയത്താണ് ബോട്ട് സർവീസ് ഒക്കെ ഉള്ളത്. ഇപ്പൊ നമ്മൾ എന്തായാലും ചെയ്യാൻ പോകണം, നമ്മൾ ഇവിടെ നിന്ന് ഗോശ്രീ പാലം വഴി കറങ്ങി നേരെ മുളവുകാട് ചെല്ലും. എന്നിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ മറ്റേ ബോട്ട് സർവീസ് എന്താന്ന് നോക്കാം. പക്ഷെ അതിന്റെ സമയമൊന്നും കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോഴത്തേനും ബോട്ട് സർവീസ് ഉണ്ടാവുമെന്നും അറിയാൻ പാടില്ല. എന്തായാലും നമുക്കിപ്പോ ആദ്യം ബോട്ട് സർവീസിന്റെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളിത് ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ ഗോശ്രീ പാലത്തിന്റെ ഫസ്റ്റ് പാലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഇവിടെ നിന്ന് നേരെ അപ്പുറത്തെ വശത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാവുന്നതാണ് നമ്മുടെ താന്തോന്നിത്തുരുത്ത്. നമ്മളിതാ ഇപ്പൊ പോകാൻ പോണ സ്ഥലമാണ് ആ കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഈ കായലിന്റെ നേരെ നടുക്കായിട്ടാണ് കേട്ടോ, നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് ഇപ്പുറത്തെ ബസ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി മെട്രോ സിറ്റിയുടെ വികസന കാര്യങ്ങളാണ് നമ്മുടെ ഈ വശത്ത് നേരെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത്. നമ്മള് ഗോശ്രീ പാലത്തിന്റെ ഫസ്റ്റ് പാലം കയറി ഇറങ്ങിയിട്ട് പാലത്തിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി വന്നെയാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കൂടി വന്ന് നമ്മള് പാലത്തിന്റെ അടിയിൽ കൂടി അപ്പുറത്തെ സൈഡിലോട്ടാണ് പോണത്. അപ്പുറത്തെ സൈഡിലോട്ട് പോണേണ് കേട്ടോ. നമുക്ക് ബോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത്. അപ്പൊ നമുക്ക് ഇതിലേക്കൂടി ഈ പാലത്തിന്റെ അടിയിൽ കൂടിയുള്ള വഴി കൂടിയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് എവിടെയാണെന്ന് തോന്നണം ബോട്ട് സർവീസിന്റെ ഇതുള്ളത്. ഫ്രണ്ട്സ്, നമുക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. നമ്മൾക്ക് മുളവുകാടെന്നല്ല നമുക്ക് ബോട്ടുള്ളത്, പൊന്നാരിമംഗലത്തു നിന്നാണ് ബോട്ടുള്ളത്. നമ്മളിപ്പോ പൊന്നാരിമംഗലത്തേക്ക് പോണ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പൊ ഏകദേശം ഒരു 11:30ക്കാണ് നമ്മൾ ബോട്ടുള്ളത്. ഇപ്പൊ ഒരു 11:10 ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ബോട്ട് കിട്ടുമെന്ന് തോന്നണ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് ഒന്ന് പോവാം. പൈപ്പിന്റെ ചോട്ടിലെ പ്രണയം സിനിമ അതില് ഞങ്ങളുണ്ട് ആണല്ലേ. വെള്ളമൊക്കെ കയറണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ കാര്യങ്ങളൊന്നും എങ്ങനെയാണ് അവിടെ വെള്ളം കയറണത്? അവിടെ വെള്ളം കയറണത് കവിഞ്ഞാണ് കയറണത്. വെള്ളപ്പൊക്കല് ഈ കാണുന്ന കെട്ടിടം മുഴുവനും ഈ പുഴ അടിച്ചു നിർത്തിയാണ് വെച്ചേക്കണത്. എറണാകുളം അവിടെ അത്ര. അപ്പൊ ഞാൻ വരുന്ന സമയത്തൊന്നും വെള്ളം കയറൂലായിരുന്നു. 20 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് വന്നതാണ്. തെക്കമ്പറൂരാണ് എന്റെ വീട്. അപ്പൊ അപ്പൊന്നും വെള്ളം കയറൂല, ചെള്ളയില്ല. ഇപ്പൊ ചെള്ളയുമാണ് വെള്ളവുമാണ്. നമ്മുടെ ഒരു വീട്ടിൽ കയറിയില്ലെന്ന് വിചാരിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും വെള്ളത്തിൽ രാത്രി കിടന്ന് ഉറങ്ങി എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഉറക്കത്തിലാണ് ഈ വെള്ളം വെക്കം വരുന്നത്. ഈ ബോട്ട് ഉള്ളതിൽ കൂടിയാണല്ലേ പോണത് മുഴുവനും. പിന്നെ സ്വന്തം വഞ്ചിയൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും വലിച്ചു വരാനായിട്ട് നമുക്ക് പാടില്ല. അമ്മക്കറിയാവോ? വലിക്കാനൊക്കെ അറിയാം. അപ്പൊ സമരം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പൊ ഔട്ടർ ബണ്ടിന്റെ കാര്യം എന്ത് പറഞ്ഞു? ഇപ്പൊ ഇന്നലെ പോയിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. 3 അവര്
പറയണത്. മൂന്നിലാരും സമ്മതിക്കൂല. എത്ര വേണമെന്നാണ് അപ്പൊ പറഞ്ഞത്? 5 ലിങ്സ് അല്ലേ. ഇത് നമ്മുടെ ബോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ജെട്ടിയിൽ നിക്കണേണ്. ഫ്രണ്ട്സ്, ദേ നമ്മളിപ്പോ നിക്കണത് താന്തോന്നിത്തുരുത്ത് ബോട്ട് ചെട്ടിയിലാണ് കേട്ടോ. അപ്പൊ ദേ നമ്മളിവിടെ നിന്ന് ദേ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം നമ്മുടെ ഗ്രോസറി പാലമാണ് അവിടെ നിൽക്കണത്. പിന്നെ അതിന്റെ തൊട്ടിപ്പോ തന്നെ പ്രസ്റ്റീജിന്റെ ഫ്ലാറ്റ് ഉണ്ട്. അതിന്റെ ബാക്കിലായിട്ട് നമ്മുടെ ശോഭ സിറ്റിയുടെ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതെല്ലാം തൊട്ടടുത്തടുത്തടുത്തടുത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 300 മീറ്ററിന്റെ ഗ്യാപ്പിലാണ് ഈ ബിൽഡിംഗ് ആണെങ്കിലും ഈ പാലമൊക്കെ ആണെങ്കിലൊക്കെ ഉള്ളത്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ താന്തോന്നിത്തുരുത്തിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളിത് ചെറിയൊരു വഴി കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പുറത്ത് കായലാണ് കിടക്കണത്. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറെ വഞ്ചികളൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഓരോ ആൾക്കാർക്കും ഇവിടെ താമസിക്കുന്ന ഓരോ വീട്ടുകാർക്കും ഓരോ വഞ്ചി ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡെയിലി അങ്ങോട്ട് ഇപ്പോൾ ബോട്ട് സർവീസിന്റെ സമയത്തിൽ അല്ലെങ്കിൽ പോലും അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് വഞ്ചി ഉണ്ട് തുഴഞ്ഞു പോകാനായിട്ട് കേട്ടോ. അതേ ഇവിടെ എനിക്ക് തോന്നുന്നു വെള്ളം പൊങ്ങി നിൽക്കണേ. നമ്മൾ നടക്കണതും വെള്ളവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. അത്രയും വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കണേന്. ഈ വൃശ്ചികപ്പൊക്കം എന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറയണതിന്. ഫ്രണ്ട്സ്, അപ്പം അതേ നമ്മൾ ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. ഈ ബിൽഡിംഗ് അല്ലേ നമ്മുടെ മറ്റേ സിനിമയില കട ഉണ്ടായിരുന്നത്? ഫ്രണ്ട്സ്, ഇതാണെന്ന് തോന്നണം കേട്ടോ. ഇതേപോലെ ഉണ്ടായിരുന്നു ഒരു നമ്മുടെ പൈപ്പിൻ ചൂട്ടിലെ പ്രണയ സിനിമയിൽ ഉണ്ടായിരുന്നില്ലേ, അതിനകത്തൊരു കടയുടെ ഊഷനൊക്കെ കാണിക്കണ്ടായിരുന്നു. അത് ഇതാണെന്ന് തോന്നണം. ഇതേപോലെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇപ്പം നമ്മൾ എന്തായാലും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണേന്. നമ്മൾ പോണ വഴിയൊക്കെ വെള്ളം നല്ല അറ്റപ്പറ്റി നിൽക്കണേണ്. അറ്റപ്പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കയറാം എന്നുള്ള രീതിയിലാണ് നിൽക്കണത്. പിന്നെ ഇവിടെ കുറേ വീടുകളൊക്കെ ഇങ്ങനെ കുറച്ച് പണിത് ഇങ്ങനെ പകുതിക്ക് നിർത്തി വെച്ചേക്കുന്നതുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും വെള്ളം മുറ്റത്തോട്ടൊക്കെ കയറുന്നത് കാരണം കൊണ്ട് ആൾക്കാരത് ഇവിടെ താമസിക്കാതെ ഇവിടെ നിന്ന് പോയേക്കണവരുടെ വീടുകളാണെന്ന് തോന്നുന്നു. നമ്മുടെ ഈ താന്തോന്നിത്തുരുത്തിലുള്ള സ്ഥലവും ഇതൊക്കെ കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ്. പക്ഷേ ഇവിടത്തുള്ള താമസിക്കുന്നവരുടെ അവസ്ഥയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിപ്പോൾ വന്ന് കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. വൃശ്ചികപ്പൊക്കം വെള്ളം ആയത് കാരണം കൊണ്ട് ഇവരുടെയൊക്കെ മുറ്റം മുഴുവനും, മുറ്റം മാത്രമല്ല ഇപ്പം ഞങ്ങളിപ്പോൾ വരുമ്പോഴത്തേനും മുറ്റത്തൊക്കെ നിറച്ചും വെള്ളമാണ്. പക്ഷേ മുറ്റത്ത് മാത്രമല്ല രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും ഇവരുടെ പെരക്കകത്തൊക്കെ നിറച്ചും വെള്ളമാണെന്നാണ് പറയണത് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വരുമ്പോൾ തന്നെ അത് കാണാം. അവരുടെ വീടിൻ്റെ മുറ്റമൊക്കെ മുഴുവനും ചെളിഞ്ഞു കൂടി കിടക്കണ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും വീടിൻ്റെ മുറ്റത്തൊക്കെ വെള്ളം ഇപ്പം പതിയെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മളിപ്പോൾ ഈ ഒരു സ്ഥലമില്ലേ, ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മുടെ മറ്റേ പൈപ്പിൻ ചൂട്ടിലെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിൽ അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യണ ഒരു സ്ഥലമുണ്ട്, ഒരു പറമ്പ് പോലെ. ഇതാണ് കേട്ടോ ആ ഒരു സ്ഥലമാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇപ്പം ഇവിടെ മുഴുവനും കാടൊക്കെ പിടിച്ച് കിടക്കണേണ്. പക്ഷെ അന്നേരം നല്ല സിനിമയ്ക്കിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടായിരിക്കണം അതൊക്കെ ക്ലീൻ ചെയ്ത് നല്ല സൂപ്പർ ആക്കിയിട്ട് വെച്ച സ്ഥലമാണ്. താന്തോന്നിത്തുരുത്തിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ ഇത്. നമ്മുടെ രുദ്രമാല ക്ഷേത്രം എന്നാണ്, ഭഗവതി ക്ഷേത്രമാണിത്. അപ്പൊ ഇവിടെയുള്ള ആകെ കൂടിയുള്ള ഒരു ആരാധന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അമ്പലം മാത്രമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇതാണ് ആ അമ്പലം. നമ്മുടെ കായലിന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. അതിന്റെ ഇപ്പുറത്തെ വശത്ത് മറ്റേ കണ്ടമാണ്, അപ്പുറ വശത്താണ് കായലിരിക്കുന്നത് കേട്ടോ. അപ്പൊ കായലിന്റെ നേരെ
സൈഡിൽ തന്നെയാണ് ഈ അമ്പലം ഉള്ളത്. അപ്പൊ ഇതേ നമ്മള് താന്തോന്നിത്തുരുത്തിന്റെ ഒരു വലിയൊരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്, നല്ല ചുറ്റും പറമ്പും തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ നമ്മുടെ എറണാകുളം സിറ്റിയുടെ നടുക്ക് ഇതേപോലത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമുക്കത് ഓർക്കാൻ പറ്റണില്ല, ഇങ്ങനത്തെ ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. പിന്നെ നമ്മളിതേ നേരെ നമ്മള് നിൽക്കണതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ശോഭ സിറ്റി, ക്യൂൻസ് വേയും ഐ ലവ് കൊച്ചിയും ഇതൊക്കെയാണ്. അപ്പൊ ഇതിന്റെയൊക്കെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇതേപോലെയുള്ള ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഈ ഒരു ഐലൻഡ് എന്ന് പറയണത് ഏകദേശം ഒരു 200 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നാണ് പറയപ്പെടുന്നത്. നമുക്കത് കൃത്യമായിട്ട് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളിതൊക്കെ അന്വേഷിച്ചപ്പോഴത്തേനും പറഞ്ഞത് ഏകദേശം ഒരു 200 വർഷത്തോളം മുമ്പ് നമുക്ക് ഈ ഐലൻഡ് ഉണ്ടായെന്നാ പറയുന്നത്. നമ്മുടെ ശ്രീലങ്കയിൽ നിന്നൊക്കെ കുറെ മരമൊക്കെ കൊണ്ടുവരുമായിരുന്നു. ആ മരമൊക്കെ കൊണ്ടുവന്ന് ഈ ഐലൻഡിലിട്ടാണ് അത് കത്തിച്ചിട്ട് കൽക്കരിയാക്കും. ആ കൽക്കരി എന്നിട്ട് പോർട്ടി കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പുറം രാജ്യങ്ങളിലേക്കൊക്കെ കയറ്റി. ആ സമയത്തൊക്കെ ഇവിടെ ഒരു ഏകദേശം ഒരു 4 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് ഓരോ അവരുടെ പിൻഗാമികളാണ് പിന്നീട് ഈ ഐലൻഡിൽ ഇപ്പൊ ഉള്ള താമസക്കാരെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 62ഓളം ഫാമിലിയാണ് ഇപ്പൊ ഇവിടെ നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ളത്. ഇവിടെ കുറെ വീടുകളൊക്കെ ഇപ്പോഴും ഒഴിഞ്ഞൊക്കെ കിടപ്പുണ്ട്. ഇനി അവര് മാറി താമസിച്ചാണോ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ഏകദേശം ഒരു 62ഓളം ഫാമിലി നമുക്ക് ഇപ്പൊ ഇവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഇവിടത്തുള്ളവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും വെള്ളമായത് കാരണം റോഡ് മാർഗമില്ല. ആകെ വഞ്ചി ബോട്ട് ആ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ. അത് ഇവരുടെ ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാത്രിയൊക്കെ എന്തെങ്കിലും എമർജൻസി ഉണ്ടായിട്ട് ഹോസ്പിറ്റൽ കേസൊക്കെ വന്നെയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. ഇവർക്കൊരു പാലോ അല്ലെങ്കിൽ റോഡ് മാർഗമുള്ള ഒരു വഴി ഇല്ലാത്തത്. കാര്യം ശരി, നമ്മുടെ ഈ എറണാകുളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും അവർക്ക് പെട്ടെന്നൊരു എമർജൻസി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് അക്കരയ്ക്ക് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാത്രിയാണെങ്കിലും ശരി പകലാണെങ്കിലും ശരി അങ്ങനെ ഒരു പോണോന്നുണ്ടെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നേരെ ചിലപ്പോൾ കുഴിയിലോട്ടായിരിക്കും വീഴാൻ പോകുന്നത്. ഇവിടെ കുറെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അപ്പുറത്തെ കൂടി പോവാം, നടക്കാം. ഇതിലെ കൂടി നടക്കണം ഭയങ്കര റിസ്ക് ആണ്. ഇത് മാത്രമല്ല ഇവിടെയുള്ളവരുടെ മാത്രമല്ല കേട്ടോ, ഇവിടെ കുറെ സ്ഥലങ്ങള് പുറമേ ഉള്ള ആൾക്കാരുടെ, ഇപ്പം പുറമേ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ മാത്രമല്ല, അതല്ലാണ്ട് നോർത്ത് ഇന്ത്യൻസിന്റെ ഒക്കെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ അവരിവിടെയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഇവിടെ ചെറുതായിട്ടൊന്ന് അന്വേഷിച്ചപ്പോഴത്തേനും അറിയാൻ പറ്റി. അതല്ലാണ്ടുള്ള നമ്മുടെ വ്യവസായ പ്രമുഖരുടെ സ്ഥലങ്ങളൊക്കെയും ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പൊ നമ്മള് ഇവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും നമുക്ക് അറിയാൻ കഴിഞ്ഞത് കേട്ടോ. പിന്നെ ഈ താന്തോന്നിത്തുരുത്ത് എന്നുള്ളൊരു പേരിന്റെ ഒരു കാര്യമുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ താന്തോന്നി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഈ സാമർത്ഥ്യമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ തോന്നിവാസികൾ എന്നാണ് ആ അർത്ഥം എന്ന് ആണ് നമ്മൾ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നത്. പക്ഷെ ഇവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ തോണി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ തോണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനവന്റെ വള്ളത്തിൽ കടക്കണതിനെയാണ് അവര് താൻ തോണി എന്ന് പറയുന്നത്. വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഓരോ വീട്ടുകാർക്കും വള്ളങ്ങളുണ്ട്. അപ്പൊ അവരവര് സ്വന്തമായിട്ട് വള്ളം തുഴഞ്ഞ് അപ്പുറത്തേക്ക് എത്തുന്നു. അതാണ് ഇവര് ഉദ്ദേശിച്ച ആ താൻ തോണി തുരുത്ത് എന്ന് പറയുന്നത്. അന്തോണിത്തുരുത്തെന്നല്ല, താൻ തോണിത്തുരുത്ത് എന്നാണ് ശരിക്കും ഇതിന്റെ പേര് വന്നത്. നമ്മുടെ ഇത്രയും എന്താണ് സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ പോലും ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് എന്താണ് നമുക്കതൊന്നും ഓർക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടുകളിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ പോകണേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് പെട്ടെന്ന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു 2 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയായി, ബാക്കിയുള്ള സൗകര്യങ്ങളെല്ലാമായി. പക്ഷെ ഇവിടെയുള്ളവർക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കടയിൽ പോകണം, എന്തെങ്കിലും ഒരു അത്യാവശ്യം വീട്ടിലെ സാധനങ്ങൾ എന്തെങ്കിലും ഒരെണ്ണം ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് പോകണമെങ്കിൽ പോലും അവർക്ക് ഈ പുഴ കടന്നല്ലേ, ഈ കായൽ കടന്ന് അപ്പുറത്തോട്ട് പോകണം. അതല്ലാണ്ട് ഒരു കടകൾ പോലും നമ്മുടെ ഈ തുരുത്തിലില്ല. ഇവിടുത്തെ കുട്ടികൾക്ക് അവർക്ക് സ്കൂളിൽ പോകണമെങ്കിൽ പോലും കുട്ടികളൊന്നിലെ അവിടുത്തെ ബോട്ട് സർവീസ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് വഞ്ചി തുഴഞ്ഞിട്ടാണ് ഇവിടുന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോണത്. അപ്പം അവർക്ക് ഇപ്പൊ പറഞ്ഞ പോലെ മഴ സമയത്ത് അല്ലെങ്കിൽ വേലിയേറ്റ സമയത്തൊക്കെ ഉള്ള സമയത്ത് അവർ ഉപയോഗിക്കുന്ന ഷൂവും സോക്സും ഒക്കെ പൊതിഞ്ഞ് ബാഗിലാക്കി ആക്കിയിട്ടാണ് അവർ ഇവിടുന്ന് സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടാർന്ന ഒരു ജീവിതമാണ് ഇവിടെയുള്ള ആൾക്കാർ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2 വീലറുകൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അക്കരയ്ക്ക് വെച്ചിട്ട് അവർ അവിടെ നിന്ന്
മഞ്ച് തുഴഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ വണ്ടി ഉണ്ടെങ്കിൽ പോലും അവരുടെ വീടിന്റെ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഇടാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും അവർക്കില്ല. നമ്മൾ നേരെ കാണുന്നതാണ് കേട്ടോ ക്യൂൻസ് വേ. നമ്മുടെ കൊച്ചിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ക്യൂൻസ് വേ ആണ് നമ്മൾ നേരെ കാണുന്നത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലമാണ് ഈ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ തന്നെ കാണാം, കയ്യെത്തും ദൂരത്തെന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ ക്യൂൻസ് വേ നിൽക്കുന്നത്. അപ്പൊ അത്രയും വികസിതമായിട്ടുള്ള ഒരു സിറ്റി അവിടെ കിടന്നിട്ട് തൊട്ടടുത്തുള്ള ഒരു ഇതേപോലത്തുള്ള ഒരു തുരുത്തില് ഇത്രയും ഇങ്ങനെയുള്ള ജനങ്ങൾ ഇങ്ങനെ കടക്കണമെന്നുണ്ടെന്ന് അറിഞ്ഞത് തന്നെ നമുക്ക് ഭയങ്കര ഒരു അതിശയമായിട്ടാണ് കേട്ടോ തോന്നുന്നത്. നമ്മുടെ മെട്രോ സിറ്റിയുടെ അരികത്ത് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ പോലും നമുക്ക് ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പാലം പോലും പണിത് കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞത് ഒരു വലിയൊരു സങ്കടമുള്ള കാര്യമാണ്. അതുമാത്രമല്ല ഈ ബിൽഡിങ്ങുകളൊക്കെ പണിതേക്കണത് കായൽ നികത്തിയിട്ടാണ് പണിതേക്കണത്. അപ്പൊ അത് കാരണം കൊണ്ടാണ് ഇവിടെ കൂടുതലായിട്ടും ഈ വെള്ളം കയറുന്നതെന്നാണ് ആൾക്കാർ പറയണത് കേട്ടോ. അപ്പൊ ഇവർക്ക് ഈ വെള്ളം കയറുന്ന കാരണം ഇപ്പൊ ഒരാഴ്ച മുമ്പൊക്കെ കുറെ സമരങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇവരെ ചർച്ചക്കൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ചർച്ചയൊക്കെ വിളിച്ചപ്പോഴത്തേനും പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ബണ്ട് നിർമ്മിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 3 ലിൻസുള്ള ബണ്ടാണ് ഇവർക്ക് നിർമ്മിച്ച് നൽകാന്ന് പറഞ്ഞേക്കണം ഇപ്പം. പക്ഷെ ഇവർ ആവശ്യപ്പെടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 ലിൻസ് എങ്കിലും കുറഞ്ഞത് ഉണ്ടെങ്കിലാണ് വെള്ളം കയറുന്നത് ഒരു പരിധി വരെയെങ്കിലും തടയാൻ പറ്റുള്ളൂ എന്നാ പറയണത്. അപ്പൊ എന്തായാലും ഇവിടെയുള്ളവര് ഇത് അംഗീകരിച്ചിട്ടില്ല ഈ 3 ലിങ്സ് എന്നുള്ളത്. അപ്പൊ എന്തായാലും 5 ലിങ്സ് അതെങ്കിലും ഇവർക്ക് നടപ്പാക്കി കൊടുക്കട്ടെ എന്നാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. നമുക്ക് തോന്നണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ ഇവിടെ നിന്ന് താമസം മാറും. അപ്പൊ അങ്ങനെ താമസം മാറിയിട്ടുണ്ടെങ്കിൽ ഇത് വലിയ പറഞ്ഞ പോലെ വൻകിട ബിസിനസ്സുകാർക്കൊക്കെ എടുത്ത് അവരുടെ ഒരു കച്ചവട രീതിയിലാക്കി ഈ സ്ഥലം മാറ്റാനായിട്ടായിരിക്കാം ഇവിടെ ഇപ്പൊ ഇവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും വെച്ച് കൊടുക്കാത്തതെന്നാണ് നമ്മൾ വിചാരിക്കണത്. നമുക്കറിയില്ല എങ്ങനെയാണെന്ന്. നമ്മളിപ്പോ ഇവിടെ കണ്ട ഒരു സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പറയുന്നതാണ് അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ. പിന്നീട് എപ്പോഴെങ്കിലും ഇത് എങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും നല്ല പുരോഗമനം ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അത്രയും നല്ല ഭംഗിയുള്ളതും നല്ല ടൂറിസത്തിന് നല്ലൊരു സ്കോപ്പുള്ള സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പൊ എന്തായാലും ഇനി ഭാവിയിൽ ഇവിടെ വികസനം വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇവിടെ ഇപ്പയുള്ള ഈ 62 കുടുംബങ്ങൾ ഇവിടെ തന്നെ കാണോ ഇല്ലെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോ അവര് ഒഴിവായി പോകാനായിരിക്കാം അവർക്ക് ഇതുപോലത്തെ പൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവര് സൃഷ്ടിച്ചേക്കണത്. അപ്പൊ എന്തായാലും നമുക്കറിയില്ല. അപ്പൊ ഫ്രണ്ട്സ് നമ്മളെ താന്തോന്നിത്തിരുത്തി നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വന്നത് ഫെറിക്കാണ് വന്നതെങ്കിലും ബോട്ടിനാണ് വന്നത്. അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വഞ്ചിക്കാണ് കേട്ടോ. നല്ല നട്ടപ്പുറ വരത്ത് വഞ്ചിക്ക് പോയിക്കൊണ്ടിരിക്കണേണ്. ദ്വീപിന്റെ കാഴ്ചകളും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനാണ് വന്നെങ്കിൽ പോലും നമ്മൾ ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെയുള്ള ആളുകളുടെ ആ ഒരു അവസ്ഥ കണ്ട് അവരുടെ ഒരു ദുരിതപൂർദ്ധമായിട്ടുള്ള ഒരു ജീവിതം കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് കേട്ടോ. ഇനി ഭാവിയിൽ ഇവിടെയുള്ള ആളുകൾക്ക് പുതിയ എന്തെങ്കിലും വികസനങ്ങളും കാര്യങ്ങളും ഇവരുടെ ഈ നാട്ടിൽ ഉണ്ടാവട്ടെ എന്ന് ഇവരെ പോലെ തന്നെ നമ്മളും പ്രാർത്ഥിക്കണേണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടാതെ കമന്റ് എല്ലാവരും ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി എന്തായാലും അടുത്തൊരു നല്ലൊരു പുതിയൊരു വീഡിയോയിൽ വരുന്നവരേക്കും ബൈ.